ഊഷ്മളതയുള്ളവരാണ് നാം. നമ്മുടെ ബന്ധത്തിനൊരു ചൂടുണ്ട്, നമ്മുടെ ബന്ധത്തിന് ഒരന്തസ്സുണ്ട്, അഭിമാനമുണ്ട്. സഹോദരങ്ങളെ, ഈ ഊഷ്മളത പ്രവാസികളെന്ന നിലക്ക് ബന്ധങ്ങളിൽ നാം അനുഭവിക്കുമ്പോഴും നമുക്കനുഭവപ്പെടുമ്പോഴും മുസ്ലിങ്ങളെന്ന നിലക്ക് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനമെന്ത് എന്നതായിരിക്കണം. ഭാര്യയുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനം കേവലം വൈകാരികമാണോ? ആലോചിക്കേണ്ടതാണ്. സംഭാഷണങ്ങളിൽ ഭൂരിഭാഗവും റൊമാൻസാണ്, അഥവാ ബന്ധം വൈകാരികമാണെന്നർത്ഥം. മക്കളുമായുള്ള നമ്മുടെ ബന്ധം, ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനം എവിടെയാണെന്ന് നാം മനസ്സിലാക്കണം. മാതാപിതാക്കളുമായുള്ള ബന്ധം, ഉറ്റവരും ഉടയവരുമായുള്ള ബന്ധം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധത്തിൻ്റെ എല്ലാം അടിസ്ഥാനം വിശ്വാസമാണ്. ഓർമ്മ വരുന്നതൊരു സംഭവമാണ്. പരസ്പരം പിണങ്ങിയ ഭാര്യയും ഭർത്താവും കലഹിച്ചുകൊണ്ടൊരിക്കൽ എൻ്റെ മുമ്പിൽ വന്നു. സംസാരമധ്യേ ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞാൻ നിന്നെ കണ്ണീര് കുടിപ്പിക്കും, നീ എന്നെ അത്രമാത്രം പ്രയാസപ്പെടുത്തി, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കും, കണ്ണീര് കുടിപ്പിക്കും. അല്പം ബേജാറോടുകൂടി ഒരല്പസമയം മൗനിയായി നിന്ന സാമർഥ്യമുള്ള വിശ്വാസമുള്ള ആ സഹോദരി പറഞ്ഞു, നിങ്ങൾക്കൊരിക്കലും അതിന് സാധ്യമല്ല. എന്നെ കണ്ണീര് കുടിപ്പിക്കാൻ, എന്നെ നിർഭാഗ്യവാദിയാക്കാൻ, എന്നെ ബുദ്ധിമുട്ടിക്കാൻ ഒരിക്കലും അങ്ങേക്ക് സാധ്യമല്ല. ഈ ശക്തിയുള്ള ഉത്തരത്തിനു മുമ്പിൽ അന്തം വിട്ടുനിന്ന പൗരുഷമില്ലാത്ത ഈ പുരുഷൻ, അവൻ ചോദിച്ചു, എന്തുകൊണ്ട് എനിക്ക് സാധിക്കുകയില്ല? അവൾ വളരെ കൂളായി പ്രതികരിച്ചു, ജീവിതത്തിന്റെ സൗഭാഗ്യമെന്ന് പറയുന്നത്, സന്തോഷമെന്ന് പറയുന്നത്, താങ്കൾക്ക് മാസം തോറും ശമ്പളം കിട്ടുമ്പോൾ വീട്ടിലെ ചെലവിന് വേണ്ടി താങ്കൾ തന്നിരുന്ന നക്കാപ്പിച്ചയായിരുന്നുവെങ്കിൽ, സന്തോഷവേളകളിൽ ഞാൻ ധരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് താങ്കൾ എനിക്ക് വാങ്ങിത്തന്നിരുന്ന ആഭരണങ്ങളായിരുന്നുവെങ്കിൽ, ഭൗതികമായ ചില സൗകര്യങ്ങൾ ഇവിടെ പറയാൻ കൊള്ളാത്തത് അവൾ എണ്ണിപ്പറഞ്ഞു, അവയൊക്കെ ആയിരുന്നുവെങ്കിൽ താങ്കൾക്ക് എന്നെ ബുദ്ധിമുട്ടിക്കാനും എന്റെ സൗഭാഗ്യവും സന്തോഷവും തടയാനും സാധിക്കുമായിരുന്നു. പക്ഷേ എന്റെ സൗഭാഗ്യം, എന്റെ സന്തോഷം അത് താങ്കൾക്കോ അല്ലെങ്കിൽ താങ്കൾ വിചാരിക്കുന്നവർക്കോ ഒരിക്കലും ഉടമയാക്കാൻ പറ്റാത്തതാണ്. ഈ പുരുഷൻ വളരെ ആർത്തിയോടുകൂടി ഈ പെണ്ണിന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവളോട് ചോദിച്ചു, എന്താണ് താങ്കൾ നീ ഉദ്ദേശിക്കുന്നത്? എന്താണ് നിന്റെ ഭർത്താവിന് നൽകാൻ പറ്റാത്ത സന്തോഷം? ഇതുവരെ നിന്റെ കൂടെ ജീവിച്ച നിന്റെ മക്കളുടെ പിതാവിന് നൽകാൻ സാധിക്കാത്ത സന്തോഷം ആരാണ് നിങ്ങൾക്ക് നൽകുക? അവരുടെ മറുപടി അത്ഭുതമുള്ളതായിരുന്നു. അവർ പറഞ്ഞു, എൻ്റെ സന്തോഷം എൻ്റെ ഈമാനിലാണ്, എൻ്റെ വിശ്വാസത്തിലാണ്. എൻ്റെ ഈമാൻ എൻ്റെ കൽബിലാണ്, എൻ്റെ മനസ്സിലാണ്. എൻ്റെ കൽബിനെ ഉടമയാക്കാൻ എൻ്റെ റബ്ബിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സന്തോഷം എനിക്ക് നൽകുന്നത് എൻ്റെ റബ്ബാണ്, ഇയാളല്ല. നാം അറിയേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ ഒരുപാട് പുസ്തകങ്ങളോ പ്രസംഗങ്ങളോ പ്രഭാഷണങ്ങളോ കേട്ടാൽ കിട്ടാത്ത ഒരു വലിയ വിജ്ഞാനം ആ സഹോദരിയുടെ നാവുകളിൽ നിന്ന് പുറത്തു വന്നു. നമ്മൾ അറിയേണ്ടത്, സഹോദരന്മാരെ, നമ്മുടെ ബന്ധത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാകണം. എങ്ങനെ വിശ്വാസമാകും? ഇസ്ലാം എന്ന് പറയുന്ന നാം ഉൾക്കൊണ്ടിട്ടുള്ള ആദർശമുണ്ടല്ലോ, ആശയം. ആ ആദർശം അത് യഥാർത്ഥത്തിൽ പരസ്പരം സ്നേഹിച്ചും
ലാളിച്ചും ഓമനിച്ചും വിട്ടുവീഴ്ച നൽകിയും കൊടുത്തും വാങ്ങിയും ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ആദർശമാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായ ഏതെങ്കിലും സുഖങ്ങളെ നോക്കിയല്ല, ഭൗതികമായ ലാഭനഷ്ടങ്ങളെ നോക്കിയല്ല കുടുംബത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും നാം മനസ്സിലാക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തെ ചേർത്ത് പറഞ്ഞത് എങ്ങോട്ടാണെന്ന് സൂറത്തുൻ നിസായിലെ 36-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനൻ വബിദിൽ ഖുർബ. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അവനിൽ നിങ്ങൾ പങ്കു ചേർക്കരുത്, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. 3 കാര്യങ്ങൾ പറഞ്ഞു. ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിനോട് ആരാധന നമുക്കറിയാം. തുടർന്ന് അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞത് മാതാപിതാക്കളുമായുള്ള ബന്ധമാണ്, നാം വിശദീകരിച്ചതാണ്. ഇനി ഇവിടെ നോക്കൂ നിങ്ങൾ, 4-മതായി അള്ളാഹുവിന് പറയാനുള്ളത് വബിദിൽ ഖുർബ, അടുത്ത കുടുംബക്കാർക്കും നീ നന്മ ചെയ്യണം. അഥവാ ആരാധനയോട് ചേർത്തു പറഞ്ഞു എന്നർത്ഥം. വിശ്വാസവുമായി ഈ വിഷയത്തിന്റെ ബന്ധത്തെയാണ് നാം ഓർക്കേണ്ടത്. മഹാനായ നബി തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്ന് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്ന, സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുന്ന ഒരു കാര്യം എന്നോട് പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണാൻ തുടങ്ങി. തഅബുദുല്ലാഹ് ലാ തുശ്രിക് ബിഹി ഷൈആ, പങ്കു ചേർക്കാതെ, ഒന്നുകൊണ്ടും പങ്കു ചേർക്കാതെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. വതുഖീമുസ് സലാ, നമസ്കാരം നിലനിർത്തുക. വതുഉതിസ് സക്കാ, സക്കാത്ത് നൽകുക. കേൾക്കണോ 4-മത്തെ വിഷയം, വതസ്ഇലുർ റഹിം, വതസ്ഇലുർ റഹിം, കുടുംബ ബന്ധം ചേർക്കുക. ഇവിടെയാണ് വിഷയത്തിന്റെ ഗൗരവം നാം ഉൾക്കൊള്ളേണ്ടത്. നമുക്ക് മാത്രമല്ല, കഴിഞ്ഞുപോയ ആകാശത്ത് നിന്ന് വഹി ലഭിച്ച മുഴുവൻ മനുഷ്യ സഞ്ചയത്തോടും ഈ ആദർശം പറഞ്ഞത് അതായിരുന്നു. വഇദ് അഖദ്നാ മീസാഖ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായീലുമായി ഉണ്ടാക്കിയ കരാർ അല്ലാഹു നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നു. എന്തായിരുന്നു കരാർ? ലാ തഅബുദൂന ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാന വദിൽ ഖുർബ. അല്ലാഹുവിനെ ആരാധിക്കണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. 3-മത്തേത്, അടുത്ത കുടുംബക്കാർക്ക് നന്മ ചെയ്യണം. അഥവാ നമ്മുടെ വിശ്വാസവുമായി, നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ ആകാശവേദങ്ങളുടെയും ഉടമകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് കുടുംബവുമായുള്ള ബന്ധം എന്നർത്ഥം. ഇത് നാം വിശ്വാസത്തിൽ കലർത്തി വേണം മനസ്സിലാക്കാൻ. ഇത് ഇസ്ലാം അവസാനം പറഞ്ഞ ഒരു കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലേക്ക് വരൂ. നുബുവത്തിന്റെ ആദ്യഘട്ടം അംർ ഇബ്നു അബ്സ റളിയല്ലാഹു അൻഹു നമുക്ക് വിശദീകരിച്ചു തരുന്നു. മക്കയിൽ ഒരു മുഹമ്മദിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് യാത്ര പോയി. അവിടെ ചെന്ന് മുഹമ്മദിന്റെ മുഖം ഞാൻ കണ്ടു. എനിക്ക് സന്തോഷമായി. ഞാൻ ചോദിച്ചു, വബിഅയ്യി ശൈഇൻ അർസലക്, എന്തുമായാണ് താങ്കളെ അയച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വളരെ പ്രയാസത്തോടു കൂടി കഴിഞ്ഞുകൂടുന്ന ഇസ്ലാം ജീവിതത്തിന്റെ ആദ്യഘട്ടം, തിരുമേനിയുടെ 1-മത്തെ വാചകം അർസലനി ബിസിലത്തിൽ അർഹാം, അർസലനി ബിസിലത്തിൽ അർഹാം, കുടുംബബന്ധം ചേർക്കണമെന്ന കൽപ്പനയുമായാണ് എന്നെ അയച്ചിട്ടുള്ളത്. മുശ്രിക്കുകളുടെ മധ്യത്തിൽ തിരുമേനിയുടെ കുടുംബക്കാരധികവും മുശ്രിക്കുകളാണപ്പോൾ. തിരുമേനിയുടെ മാത്രമല്ല, തിരുമേനിയിൽ വിശ്വസിച്ചിട്ടുള്ള മനുഷ്യരിൽ ഭൂരിഭാഗവും ആളുകളുടെ കുടുംബക്കാർ മുശ്രിക്കുകളാണ്. അവിടെ തിരുമേനി പ്രഖ്യാപിച്ചു, അർസലനി ബിസിലത്തിൽ അർഹാം. ശരി, അത് കുടുങ്ങിയിട്ട് പറഞ്ഞതാണോ? അല്ല, കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയി. സന്തോഷത്തോടുകൂടി മദീനക്കാർ അദ്ദേഹത്തെ സ്വീകരിച്ചു. അബ്ദുല്ലാഹി ഇബ്നു സലാം ആ സംഭവം വിശദീകരിക്കുന്നു. പാട്ടുപാടി ജനങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. ഞാനത് കാണാൻ ഓടിച്ചെന്നു. അദ്ദേഹത്തിന്റെ മുഖം ഞാൻ കണ്ടു. കണ്ടപ്പോൾ എനിക്ക് വ്യക്തമായി, അറഫ്തു അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹിൻ കദ്ദാബ്, ഈ ആളുകൾ പ്രചരിപ്പിച്ചതുപോലെ ഒരു കള്ളവാദിയുടെ മുഖമല്ല അദ്ദേഹത്തിന്റെ മുഖം. എന്നിട്ട് അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികൾക്ക് നൽകിയ സാരവത്തായ ഉപദേശം
അന്ന് മുസ്ലിം അല്ലാതിരുന്ന അബ്ദുല്ലാഹിബ്നു സലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു, വകാന അവ്വലു ശൈഇൻ സമിഅതുഹു തകല്ലമ ബിഹി. മദീനയിലെത്തിയ ശേഷം അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി സംസാരിച്ചത്, ഞാൻ കേട്ടത്, യാ അയ്യുഹന്നാസ് അഫ്ശുസ് സലാം വഅത്ഇമുത് തആം വസിലുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു നബി. ജനങ്ങളെ സലാം പ്രചരിപ്പിച്ചു കൊള്ളുക, ഭക്ഷണം നൽകിക്കൊള്ളുക, കുടുംബബന്ധം ചേർത്തുകൊള്ളുക, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ രാത്രിയിൽ നമസ്കരിച്ചു കൊള്ളുക, എന്നാൽ സുരക്ഷിതമായി സ്വർഗത്തിലേക്കെത്താം. ആലോചിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കുടുംബബന്ധം ചേർക്കാൻ. ഇങ്ങനെ പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത് പഠിക്കാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ സ്വർഗാവകാശികളെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അഹ്ലുൽ ജന്നത്തി സലാസ, സ്വർഗാവകാശികൾ 3 ആളുകളാണ്, 3 വിഭാഗമാണ്. ഒന്നാമത്തേത് ഭരണാധികാരി, സുൽത്താനിൻ മുഖ്സിത് മുതസദ്ദിഖ്, നല്ല നീതിമാനായ ഭരണകർത്താവ്. രണ്ടാമത്തേത് റജുലുൻ റഹീമുൻ റഖീഖുൽ ഖൽബി ലികുല്ലി ദി ഖുർബ, കരുണയുള്ള, എല്ലാ അടുത്ത കുടുംബക്കാരോടും ഹൃദയത്തിൽ ദയാവായ്പുള്ള, നനവുള്ള മനസ്സിന്റെ ഉടമയായ നല്ല മനുഷ്യൻ. ആലോചിക്കണം, സ്വർഗാവകാശിയെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വആതിദൽ ഖുർബ ഹഖ്ഖഹു വൽ മിസ്കീൻ വബ്നസ് സബീൽ. മിസ്കീനിന് സദഖ കൊടുക്കാൻ നമുക്ക് ഇഷ്ടമാണ്, അള്ളാഹിന്റെ കൽപ്പനയാണ്, അല്ലേ? വഴിയാത്രക്കാരനും തെണ്ടി നടക്കുന്നവനും സദഖ കൊടുക്കാൻ നമുക്ക് ഇഷ്ടമാണ്, അള്ളാഹിന്റെ കൽപ്പനയാണ്. പക്ഷേ ആ കൽപ്പനയ്ക്ക് മുമ്പ് അള്ളാഹ് പറഞ്ഞത് എന്താ? വആതിദൽ ഖുർബ ഹഖ്ഖഹു, അടുത്ത കുടുംബക്കാരന് നിങ്ങൾ അവന്റെ അവകാശം നൽകണം. നോക്കൂ ഖുർആനിന്റെ ശൈലി. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ, പറഞ്ഞു കൊടുക്കുക നബിയേ, മാ അൻഫഖ്തും മിൻ ഖൈരിൻ, നിങ്ങൾ നല്ലത് ചെലവഴിക്കേണ്ടത്, കൊടുക്കേണ്ടത്, ഫലിൽ വാലിദൈൻ, 1 മാതാപിതാക്കൾക്ക്, 2 വൽ അഖ്റബീൻ, അടുത്ത കുടുംബക്കാർക്ക്, 3 വൽ യതാമ, 4 വൽ മസാക്കീൻ, 5 വബ്നസ് സബീൽ. പരിശുദ്ധ ഖുർആന്റെ രീതി ശ്രദ്ധിച്ചു നോക്കൂ. കുടുംബക്കാരുമായി ഉണ്ടാകേണ്ട മനുഷ്യന്റെ ബന്ധം എപ്രകാരമായിരിക്കണം? സൽമാൻ റളിയല്ലാഹു അൻഹു തിരുമേനിയിൽ നിന്ന് ഉദ്ധരിച്ച് നമ്മെ പഠിപ്പിക്കുന്നു, അസ്സദഖത്തു അലൽ മിസ്കീനി സദഖ, പാവപ്പെട്ട ഒരു മനുഷ്യന് നിങ്ങൾ ധർമ്മം കൊടുത്താൽ അത് ധർമ്മമേ ആകുന്നുള്ളൂ. എന്നാൽ വഅലാദിൽ ഖറാബത്തി ഇസ്നതാൻ, അടുത്ത കുടുംബക്കാരന് നിങ്ങൾ സദഖ കൊടുത്താൽ 2 കാര്യം, അത് സദഖയുമാണ്, വസലത്തുൻ, കുടുംബബന്ധം ചേർക്കലുമാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ പോകുന്നു ഇസ്ലാം. വല്ലാത്ത അടിസ്ഥാനപരമായി കുടുംബബന്ധത്തിൽ ഉണ്ടാകേണ്ട ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ചും ആ ബന്ധത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചും വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു നമ്മുടെ മനസ്സിലില്ലേ? എത്ര സംഭവങ്ങളാണ് ഈ മിമ്പറിൽ വെച്ച് അബൂ തൽഹയെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന വചനം ഇറങ്ങുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെലവഴിക്കാതെ നിങ്ങൾക്ക് പുണ്യം കിട്ടുകയില്ല എന്ന വചനം. മദീനയിലെ മസ്ജിദുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഇരിക്കുന്നു. മസ്ജിദുൻ നബവിയുടെ തൊട്ടു മുമ്പിൽ ബൈറുഹ എന്ന വിശാലമായ ഈത്തപ്പനത്തോട്ടം. ആ ഈത്തപ്പനത്തോട്ടത്തിൽ ഒരുപാട് ശുദ്ധജലമുള്ള കിണറുകൾ. അല്ലാഹുവിന്റെ റസൂൽ പലപ്പോഴും ശുദ്ധവെള്ളം കുടിച്ചിരുന്നത് ആ തോട്ടത്തിൽ പോയായിരുന്നു. ആ തോട്ടത്തിന്റെ ഉടമയാണ് സമ്പന്നനായ അബൂ തൽഹ. ഈ ആയത്തിറങ്ങിയപ്പോൾ അബൂ തൽഹ തിരുമേനിയുടെ സന്നിധിയിലേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഞാനിതാ ബൈറുഹ തോട്ടം അങ്ങേക്ക് തരുന്നു. ഇന്നഹാ സദഖത്തുൻ ലില്ലാഹ്, അത് അല്ലാഹുവിന് വേണ്ടി സദഖയായി ഞാൻ നൽകുന്നു. കാരണം ഇഷ്ടപ്പെട്ടത് തന്നില്ലെങ്കിൽ സ്വർഗം കിട്ടുകയില്ല. എന്നിട്ട് തിരുമേനിയോട് പറഞ്ഞു, ഫദഅഹാ യാ റസൂലല്ലാഹ് ഹൈസു ശിഅത്, അല്ലാഹുവിന്റെ റസൂലേ, വിശാലമായ ഈ തോട്ടം അങ്ങേക്ക് ഇഷ്ടമുള്ളത് ആർക്കാണോ അവർക്ക് കൊടുത്തുകൊള്ളുക, അങ്ങേക്ക് ഇഷ്ടമുള്ള വകുപ്പിലേക്ക് മാറ്റിക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം വല്ലാത്ത ശക്തിയുള്ള വാചകം. നബി പറഞ്ഞു,